ഇന്നൊരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. ഞാൻ തന്നെ എനിക്കെന്നെ ഭ്രാന്ത് പിടിച്ചൊരു വ്ളോഗാണ്. എൻ്റെ മക്കളെയും കൊണ്ട് ഞാനൊരു കല്യാണത്തിന് പോയതാണ്. എൻ്റെ പടച്ചോനെ പിന്നൊക്കെ നടന്നത് അത് കാണന്നെ വേണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനും മോനും കൂടെയാണ് പോണത് കല്യാണത്തിന്. ഏട്ടന് പണിയുണ്ട്, ഏട്ടൻ പണിക്ക് പോയി. പണിക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കൂലല്ലോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ മഞ്ചേരിക്ക് എത്തും. അപ്പം അപ്പോഴേക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം മഞ്ചേരി. ഞങ്ങളെ പോക്ക് കണ്ടാൽ അമ്മ എത്തിയാലും ഞങ്ങൾ അവിടേക്ക് എത്തൂല എന്നാണ്. അങ്ങനത്തെ പോക്കാണ് ഞങ്ങൾ പോണത്. കണ്ടില്ലേ, പോവണ ഞങ്ങൾ കണ്ടില്ലേ ഓടിക്കളിക്കുകയാണ്. മറ്റവനും ഓടും. നിങ്ങളവിടെ ഓടിക്കളിച്ചോളൂ, ഞാൻ പോവുകയാണ്, ഞാൻ പോരുകയാണ്. അപ്പോഴാണ് രണ്ടും കൂടെ അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചായ ഒന്നും കുടിക്കാതല്ലേ പോകണത്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഓരോ നോക്കിക്കാന്ന് വയ്യ. ഇവരെ നേരത്തെ എണീപ്പിച്ച് കൊണ്ടുപോകല്ലേ, ഇത്ര നേരത്തെ നീക്കില്ല. അപ്പോൾ ഞങ്ങളവിടെ മഞ്ചേരിയിൽ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്കൊക്കെ വിശക്കണുണ്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫർഷ കൂൾ ബാറിൽ ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ചിക്കൻ റോളും പിന്നെ എന്തോ ഒരു സംഭവം കൂടെ ഓടുന്ന കട്ട്ലേറ്റ് അങ്ങനെ അതും കുടിച്ച് പോന്നു. 2 ചായയാണോ കുടിച്ചത്. പിന്നെ ഞങ്ങൾ അമ്മയും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിൽ കയറി. വഴിക്കടവ് ബസ്സിനാണ് കയറി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മമ്പാട് അവിടെയാണ് കല്യാണം. മമ്പാട് അതായത് ചളിപ്പാടം, അവിടെയാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ മുന്നിൽ തന്നെ ഇരുന്നത്, മുന്നിലിരിക്കണം പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ എത്തി. താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ചോറിനാൻ വേണ്ടിയിട്ട് പോയി. ചോറിനാൻ ഞാനും അവനിക്ക് ഒരുമിച്ചായിരുന്നത്. അമ്മയും തേജുട്ടനും ഒരു സ്ഥലത്തായിരുന്നത്. തേജുട്ടന് ആ ചോറ് മൈൻഡേ ചെയ്തില്ല, ഓൻ തിന്നില്ല. ഓന് സാമ്പാർ ചോറ് വേണ്ട. എന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് അടങ്ങി നിൽക്കണ്ടേ ഇവനൊന്നും കണ്ടിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു വെച്ചാൽ ആ കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്തുകൊണ്ടാണ് കണ്ട് പൈസ തന്നുകൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് മഞ്ചേരിക്കുളം ചുറ്റിയാണ്. ഇന്ത്യ മാളിലും അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കയറി പിന്നെ ഒന്ന് കുഴങ്ങി. അപ്പോൾ പിന്നെ ബർഗർ ആണെന്ന് പറഞ്ഞോളൂ. അപ്പം അങ്ങനെ അതും മേടിച്ചു കൊടുത്തു. ഇന്ന് ഫുള്ള് തീറ്റ മത്സരം കേട്ടോ. ഞാനൊരു ഫലൂദ, ഫ്രൂട്ട് സാലഡ്, അതും ഇവരും തന്നെ ഇതും ബർഗർ എത്തിയായിരുന്നു. അങ്ങനെ അതും ഒക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവുകയാണ്. കല്യാണത്തിന് പോയ എനിക്ക് അതിലേറെ പൈസ ചിലവായി. ഇവരെയും കൊണ്ട് പോയതുകൊണ്ട് വീട്ടിൽ വെച്ച് പോവാനും വയ്യ. സ്വഭാവം അത്രക്ക് നന്ന്. ഇവിടെ വാറനായിൽ പോണ ടീമല്ലേ. അങ്ങനെ ഞങ്ങളെ ചുറ്റലും കറങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഒരു 7-അപ്പിൻ്റെ കുപ്പിയൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിലെത്തി. പിന്നെ ഇനി കുറച്ച് പണിയുണ്ട്, ഡ്രസ്സുകൾ കുറച്ച് അടിക്കാനുണ്ട്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം തന്നെ അവിടെയുള്ള കുറച്ച് മരത്തുമെന്ന് കുറച്ച് പുല്ലും ചെമലയൊക്കെ പറിച്ചിട്ട് എൻ്റെ മേലിക്കിടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിക്കാൻ കൊടുക്കണ വീട്ടിലേക്ക് എത്തി. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ വീട്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീട് കിടക്കുന്നത്. അപ്പോൾ ഇവന് ആ കുന്നിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് കയറണം പറഞ്ഞാൽ ഒറ്റയ്ക്ക് കയറി കയറണം. പിടിക്കാനൊന്നും പറ്റൂല. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും ചെയ്യും ഒറ്റയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അടിക്കാനൊക്കെ കൊടുത്ത് പോന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ തേജുട്ടിന് താഴെ തന്നെ റോഡാണ്. അപ്പോൾ ഓന് ഓടൽ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഓനെ വിളിക്കുകയാണ്. ഈ റോഡ് ഇവിടെ മാന്തിയിട്ടതാണ് കേട്ടോ. നല്ല ടാറിങ്ങും കഴിഞ്ഞ റോഡായിരുന്നു. അപ്പോൾ അത് ഒരു അറ്റകുറ്റപ്പണികൾ പുതിയതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്ഥലം കൂടെ ഒക്കെ എടുത്ത് അങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട്. മീൻ വയ്ക്കാനുണ്ട്, മീൻ വറ്റിക്കാനുണ്ട്, തിരക്ക്. പിന്നെ പോയി വന്ന ആ ഒരു ക്ഷീണവും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മളെവിടെയെങ്കിലൊക്കെ പോയി വന്നതൊക്കെ തന്നെയല്ലേ പണികളില്ലേ. എപ്പോഴൊന്നും ഇരിക്കാൻ നേരം കിട്ടില്ല നമുക്കൊന്നും. പെണ്ണുങ്ങളായ അതാണുള്ള അവസ്ഥ. ഒരു ഒഴിവ് കിട്ടൂല നമുക്ക്. അങ്ങനെ പിന്നെ അതൊക്കെ തന്നെ വിശേഷങ്ങൾ. നിങ്ങളെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവലുണ്ടോ? അല്ല, ഞാനൊന്ന് കല്യാണത്തിന് ഞാൻ ഒറ്റക്ക് പോകണമെങ്കിൽ എന്ത് സമാധാനത്തോടു കൂടി പോവാം. ഇതാണെങ്കിൽ ആ സദ്യയൊക്കെ കൂടെ ഒഴിവാക്കി പോരാണ്. അവനാണെങ്കിൽ സദ്യ എന്ന് കേൾക്കണതിനെ പറ്റൂല. മറ്റുള്ള പിന്നെ തിന്നൂല. അവന് സദ്യ പറ്റൂല. ഓന് ബിരിയാണി അത് വേണം. അതുണ്ടെങ്കിൽ അവന് ഒരു കുഴപ്പമില്ല. ഇവനെ സാമ്പാർ പറഞ്ഞ് നടക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ കല്യാണമൊക്കെ അങ്ങനെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അതാ മോള് ചോറൊക്കെ വിളമ്പി കൊണ്ടുപോകുന്നുണ്ട്. ഓക്ക് വിശന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പി കൊണ്ടുപോകണം. ഓള് വൈദ്യുതിയിലൊക്കെ തെണ്ടിപ്പോയി വന്ന് അത്യാവശ്യം നല്ല കുഴങ്ങിയിട്ടുണ്ടാവും. അത് കഴിക്കലോ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഞങ്ങൾ തന്നെ ബിരിയാണി മേടിച്ചതെന്ന് ഒരു
ഒരു ഹാഫ് ബിരിയാണിയോ അങ്ങനെയൊക്കെ തോന്നുന്നു ഞാൻ മേടിച്ചത്. അതിൽ ഓള് ഇരിച്ചിട്ട് തോന്നാ പിന്നെ കുറച്ച് കഷ്ണമേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് പിന്നെ കുറച്ച് വറ്റിക്കണം. അപ്പം അതൊക്കെ വേണ്ടി അതിനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. എനിക്കിഷ്ടമാണ് ഈ ഒരു മീൻ, നല്ല രസമാണ് ഇതിൻ്റെ ഈ ഒരു മീൻ, കഷ്ണമീൻ സൂതേ അങ്ങനെ മാസോ അങ്ങനെ എന്തോ തോന്നുന്നത്. അപ്പം അത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന് മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ഓനിത് വെറുതെ തിന്നണ പണിയേക്കാരം. അത് എന്തോ ഒരു തൃപ്തിയാണ് അങ്ങനെയൊക്കെ തിന്നണത് വെച്ചായിരുന്നു. കല്യാണത്തിന് കുറേ ആളുകളുണ്ടായിരുന്നു, ചേച്ചി മാമന്മാരെ മക്കളും ചേച്ചിമാരും കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഓരോടൊന്നും പറയാൻ കൂടിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകുക കേട്ടോ, ഞാൻ രാജ്യം വിടുകയാണ് പറഞ്ഞു. ഞാൻ വേഗം പോന്നു. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു അജ് വേറെ രാജ്യം വിട്ടോ, ഈ പ്രാന്തനെ കൊണ്ടുവന്ന് നിൽക്കാൻ കഴിയൂലായിരുന്നു. അതാണ് അവസ്ഥ. ഇവനെ കൊണ്ട് പോയാലവസ്ഥ അടങ്ങി നിൽക്കൂല. അങ്കലവാടിത്തെ ടീച്ചർ തന്നെ പറയും ഈ ഇവൻ അടങ്ങിക്കാല വല്ല മരുന്നുണ്ടെങ്കിൽ മേടിക്കൊണ്ട് അറിയും. ഞാൻ ദിവസം മഞ്ചേരിക്ക് പോവാണ്, അടങ്ങി ഇന്നോ ഞാൻ മുട്ടായി കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറയാം ഈ മുട്ടായി എന്തില്ലെങ്കിലും വേണ്ടില്ല, ഇവൻ അടങ്ങിക്കാല വല്ല മരുന്നുണ്ട് ചോദിക്കും. പൊട്ടിപ്പൊരി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊരിഞ്ഞു കൊണ്ടോണ്ട് ദൈവേ. 4-ാം വയസ്സിൽ നട്ടപ്രാന്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നട്ടപ്രാന്ത് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ പൊരിഞ്ഞു നിൽക്കും. ഇനി വലുതാകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പം പൊരിയണമല്ലോ വലുതാകുമ്പോൾ പിന്നെ നേരെ ഓപ്പോസിറ്റ് ആവുമല്ലോ. അപ്പം നമ്മളെ മീനൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നോ, ഇനി ഏട്ടന് പണിക്ക് കൊണ്ടുപോകുമ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. നല്ല കറിവേപ്പില നട്ടപ്പാതിരൊക്കെ ഉള്ളുകയാണ്. ഏട്ടൻ കണ്ടാലും ചീത്ത അറിയും. അതിൻ്റെ കറിവേപ്പില എടുത്ത് അത് ഉണ്ടാവാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ആന ചേനന്നൊക്കെ പറയും. പക്ഷെ മീനിക്കും ചിക്കനൊക്കെ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അല്ലേ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാവും. അതുകൊണ്ട് നമുക്കിത് കറിവേപ്പില അത് പറിക്കുക ഇടുക. ഒരു കറിവേപ്പില പിടിച്ച് കിട്ടാൻ കുറേ നയിച്ചിന് കേട്ടോ. പക്ഷെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 മരട് ഒരുമിച്ച് ചാക്കിൽ വെച്ച് തിന്നു. ഉണ്ടായപ്പോൾ ഒക്കെ ഉണ്ടായി. അതാണ് കറിവേപ്പില പറഞ്ഞാലും ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി, പിന്നെ വെക്കണതൊക്കെ പിടിക്കും. അതാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ഐതിഹ്യം. എന്താണ് ഏതായാലും ഞങ്ങൾക്ക് എന്തായാലും 4 മരട് കറിവേപ്പില ഉണ്ടായിട്ടുണ്ട്. 4 നല്ല അടിപൊളി കേട്ടോ. ഞാൻ വേഗം ഒരു മീനൊന്ന് വറ്റിക്കുക. ടൈം കുറേ ആയിട്ടുണ്ട്, ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാനൊന്ന് വറ്റിക്കുകയാണ്. നമ്മുടെ പുളിവെള്ളവും പിന്നെ അതിക്ക് ഉലുവയും പിന്നെ കുറച്ച് അതിക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ നമ്മൾ കറിവേപ്പില ഇപ്പം തന്നെ ഇടണമെന്നില്ല, പക്ഷേ കാണുമ്പോൾ ഒരു ചൊറുക്ക്. അപ്പോൾ ആ ചൊറുക്കോട് ഞാൻ ഇട്ടു. പിന്നെ ഉള്ളി തക്കാളി ഉള്ളിയൊക്കെ ഒരു കുറച്ച് മതി കേട്ടോ. തക്കാളി കൂടുതൽ ഉള്ളി കുറവ് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു കണക്ക്, എൻ്റെ ഒരു മീൻ. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് വെളുത്തുള്ളി കേട്ടോ, ഇഞ്ചി ഉള്ളതുകൊണ്ട് ഓണം പോലെ അത്രേ ഉള്ളൂ. ഇനി എല്ലാതും കൂടെ വരണം പറഞ്ഞാലും ഇപ്പോൾ കിട്ടൂല. അപ്പം അങ്ങനെ നമ്മളെ മീനൊക്കെ സെറ്റാക്കി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. ഉള്ളി വാട്ടുക അങ്ങനെ ഇങ്ങനെ നനച്ചതിനൊന്നും ചെയ്യണ്ട, ഇങ്ങണ്ട് ആക്കുക, വറ്റിക്കുക. അപ്പം നമ്മൾ മീനവിടെ വറ്റി വരണ്ട് വരുന്നുണ്ട്. മക്കൾക്ക് എന്തായാലും ഇപ്പോൾ ചോറ് വേണ്ടായിരുന്നു. നമ്മൾ മീൻ പൊരിയും അതുപോലെ വറ്റിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ വിളമ്പാണ്. എനിക്ക് വിശക്കുണ്ട്. എനിക്ക് വിശന്നാൽ പിന്നെ കണ്ണ് കാണില്ല. അപ്പം ഞാൻ എന്തായാലും ചോറിന് വന്നപ്പോഴാണ് തേജുട്ടൻ വരുന്നത്. ഓന് കുറച്ച് അവിൽ വേണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിൽ ശർക്കരയും ഒക്കെ കൊടുക്കുകയാണ് ഞാൻ ഓന്. അപ്പോൾ ഓലത് അവിടെ തിന്നിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറും തിന്നാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. അതായത് ഡാഡി വന്നിട്ടാണ് തിന്നണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ നേരമല്ല പൈക്കുക. പിന്നെ ഞങ്ങളില്ലേ ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു 12 ആളുകൾ ചേർന്നിട്ട് ഒരു ലോട്ടറി. ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കട്ടെ. അപ്പം തന്നെ നല്ല മഴ വരുന്നു കേട്ടോ. വോയിസ് ശരിക്കും കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും അടിക്കട്ടെ. അതല്ലേ എല്ലാവരും ഉണ്ടാവും. പോയി ഒരു ഇതിന് കാത്തു നിൽക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എന്തായാലും എടുത്തു. പോയാലൊരു 40 എത്രയൊക്കെ ഉള്ളൂ ഒരാൾക്ക് പൈസ, അത്രയല്ലേ ആവുള്ളൂ. കിട്ടിയാലും ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എടുത്തപ്പോൾ എത്ര കുറച്ച് പൈസ കിട്ടിയെന്ന് കേട്ടോ. ഒരാൾക്ക് ഒരു 200 രൂപയൊക്കെ എടുക്കാൻ പാകത്തിന്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.